أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبدل الذين ظلموا قولا غير الذي قيل لهم فأنزلنا على الذين ظلموا رجزا من السماء بما كانوا يفسقون. وإذ استسقى موسى لقومه فقلنا اضرب بعصاك الحجر فانفجرت منه 12 عينا قد علم كل أناس مشربهم كلوا واشربوا من رزق الله ولا تعثوا في الأرض مفسدين. السلام عليكم ورحمة الله وبركاته. സൂറത്തുൽ ബഖറയിലെ 60-61 ആയത്തുകളാണ് പാരായണം ചെയ്ത് കേൾപ്പിച്ചത്. ഇവയുടെ അർത്ഥം ഇപ്രകാരമാണ്: എന്നാൽ അധർമ്മം പ്രവർത്തിച്ചവർ അവരോട് പറയപ്പെട്ടിട്ടില്ലാത്ത മറ്റൊരു വാക്കായി അതിനെ മാറ്റി. അതിനാൽ അവർ ആജ്ഞാലംഘകരായിരുന്നത് നിമിത്തം ആ അധർമ്മകാരികളുടെ മേൽ നാം ആകാശത്തു നിന്നും ഒരു ശിക്ഷ ഇറക്കി. മൂസ തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി വെള്ളത്തിനായി പ്രാർത്ഥിച്ച സന്ദർഭവും ഓർക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടികൊണ്ട് ആ കല്ലിന്മേൽ അടിക്കുക. അങ്ങനെ അതിൽ നിന്നും 12 ഉറവകൾ പൊട്ടിയൊഴുകി എല്ലാ ആളുകളും അവരവരുടെ പാനസ്ഥലം തിരിച്ചറിഞ്ഞു. അള്ളാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്യുക. നാശകാരികളായി നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നവരോട് പറയപ്പെട്ടു. ഇവയുടെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു തൻ്റെ തഫ്സീർ കബീറിൽ പറയുന്നു, അള്ളാഹു യഹൂദികളെ അവർ ചെയ്ത ഒരു നന്ദികേടിനെ സംബന്ധിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു പറയുന്നു, നിങ്ങൾ കുറച്ച് ദിവസം ക്ഷീണം മാറ്റുകയും നാഗരിക ജീവിതം ആസ്വദിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ ഈ ഉപകാരത്തെയും നിങ്ങൾ പരിഹസിക്കാൻ തുടങ്ങി. നിങ്ങളോട് പറയാത്ത കാര്യങ്ങൾ പറയാനും തുടങ്ങി. പറയപ്പെടുന്നത് അവർ ഹിത്വത്തുൻ, ഞങ്ങളുടെ തിന്മകളെ പുറത്തു തരണം എന്ന് ചൊല്ലുന്നതിന് പകരം ഹിൻത്വത്തുൻ, ഞങ്ങൾക്ക് ഗോതമ്പ് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. പട്ടണത്തിൽ പ്രവേശിക്കുമ്പോൾ തിന്മകൾക്ക് മാപ്പപേക്ഷിക്കുന്നതിന് പകരം അവിടെയുള്ള ചൂടപ്പത്തെ സംബന്ധിച്ചായിരുന്നു അവർക്ക് ചിന്തയുണ്ടായിരുന്നത്. കാര്യം വളരെ ചെറുതാണെന്ന് തോന്നുന്നുവെങ്കിലും ദൈവിക വചനങ്ങളെയോ പ്രവാചകന്മാരുടെ വചനങ്ങളെയോ പരിഹസിക്കുന്നതിലൂടെ, അതായത് അവയെ ഗൗരവത്തിലെടുക്കാതിരിക്കുന്നതിലൂടെ മതത്തിനും സമൂഹത്തിനും അത്തരം ആളുകൾ യാതൊരു ഗുണവും ചെയ്യുകയില്ല. അതായത് ഭൗതികമായും ആത്മീയമായും അവർ ഗുണം ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, ദോഷം ചെയ്യുന്നവരായിരിക്കും. റിജിസം മിനസ്സമായി, ആകാശത്ത് നിന്നും ശിക്ഷ എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ ശിക്ഷ ഭൂമിയിൽ നിന്നും തന്നെയാണ് ലഭിക്കുന്നത്. പക്ഷേ ആകാശത്ത് നിന്നുള്ളതായി അള്ളാഹു പറഞ്ഞിരിക്കുന്നു. ഈസാ നബിയുടെ കാര്യത്തിൽ സഹീഹായ ഹദീസുകളിലൊന്നും ആകാശത്ത് നിന്നും ഇറങ്ങും എന്ന പദം ഇല്ലാതിരുന്നിട്ടുകൂടി ആളുകൾ ഈസാ നബി ആകാശത്ത് നിന്നും ഇറങ്ങും എന്ന് വിശ്വസിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രഗത്ഭരായ സഹാബാക്കളും മുഫസ്സിരീങ്ങളും റിജ്സുൻ എന്നതിന് പ്ലേഗ് അല്ലെങ്കിൽ ആലിപ്പരവർഷം കൊണ്ടുള്ള ശിക്ഷ എന്നാണ് അർത്ഥം നൽകിയിട്ടുള്ളത്. ശിക്ഷ ഭൂമിയിൽ തന്നെയാണെങ്കിലും അതിനുള്ള കൽപ്പന ആകാശത്ത് നിന്നും വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്ന് ആരെങ്കിലും വാദിക്കുകയാണെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാര്യത്തിലും കൽപ്പന ആകാശത്ത് നിന്നും തന്നെയാണ് എന്നതാണ് മറുപടി. ഇനി നേരത്തെ ഓതിയ 2-ാമത്തെ ആയത്തിൽ ബനു ഇസ്രായേൽ ഗോത്രങ്ങളുടെ മറ്റൊരു നന്ദികേടിനെ സംബന്ധിച്ചാണ് അള്ളാഹു വിവരിക്കുന്നത്. ഒരിക്കൽ അവർക്ക് ജലദൗർലഭ്യം അനുഭവപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹിസ്സലാം അവർക്ക് വേണ്ടി വെള്ളത്തിനായി ദുആ ചെയ്തു. അള്ളാഹു മൂസാ അലൈഹിസ്സലാമിനോട് ഒരു കല്ലിൽ വടികൊണ്ടടിക്കുവാൻ കൽപ്പിക്കുകയും
അങ്ങനെ ചെയ്തപ്പോൾ അതിൽ നിന്നും 12 ഉറവകൾ പൊട്ടി ഒഴുകുകയും ചെയ്തു. ഇത്തരത്തിൽ ഒരു സംഭവം ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്ന കാരണം പറഞ്ഞുകൊണ്ട് പാതിരിമാർ ഇതിനെതിരിൽ ആക്ഷേപം ഉന്നയിക്കുന്നു. ഒരു ചരിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ബൈബിളിൽ നിന്നോ മറ്റ് ചരിത്രങ്ങളിൽ നിന്നോ എടുത്തുദ്ധരിക്കേണ്ട നിർബന്ധ സാഹചര്യമുണ്ട്. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വചനങ്ങളിൽ പറഞ്ഞ കാര്യം ബൈബിളോ ചരിത്രമോ പരാമർശിച്ചിട്ടില്ല എന്നതുകൊണ്ട് അതിനെ ആക്ഷേപമായി കാണിക്കുവാൻ സാധിക്കുകയില്ല. വിശുദ്ധ ഖുർആനെ അംഗീകരിക്കാത്തവർ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണോ എന്ന് ചോദിക്കാവുന്നതാണ്. അങ്ങനെ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് നാം സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിശുദ്ധ ഖുർആന്റെ സാക്ഷ്യത്തെ ചരിത്രകാരന്മാരെക്കാളും കാലഹരണപ്പെട്ടു പോയ അല്ലെങ്കിൽ കൈകടത്തലുകൾ നടത്തപ്പെട്ട ഗ്രന്ഥങ്ങളെക്കാളും വിശ്വാസയോഗ്യമായതായി അംഗീകരിക്കേണ്ടതാണ്. പാതിരിമാരെ കൂടാതെ ചില മുസ്ലിം മുഫസ്സിരീങ്ങളും ഈ ആയത്തിനെ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ കരുതിയിരിക്കുന്നത് മൂസാ നബി അലൈഹി ഇസ്ലാം ഒരു കല്ല് കൊണ്ട് നടക്കുന്നുവെന്നും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അതിനെ വടികൊണ്ട് അടിക്കുകയും അതിൽ നിന്നും ഉറവ പൊട്ടിയൊഴുകുകയും ചെയ്യുന്നു എന്നുമാണ്. വാസ്തവത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇത്രമാത്രമാണ്: ഹസ്രത്ത് മൂസാ നബിയോട് അള്ളാഹു ഒരു കല്ലിൽ വടികൊണ്ടടിക്കാൻ കൽപ്പിക്കുന്നു. അടികൊണ്ട് പൊട്ടിപ്പിളർന്ന കല്ലിൽ നിന്നും 12 ഉറവകൾ പൊട്ടിയൊഴുകുന്നു. മഞ്ഞുമലകളിലും അതിൻ്റെ താഴ്വാരങ്ങളിലും ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് തന്നെ ജലസ്രോതസ്സുകൾ ഉണ്ടാകാറുണ്ട്. ചെറിയ ഒരു പിളർപ്പ് സംഭവിച്ചാൽ തന്നെ അത് പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും. ഈ ഒരു പ്രതിഭാസം ചിലപ്പോൾ അറേബ്യയിലെ മരുഭൂമികളിലും കാണപ്പെടാറുണ്ട്. മരുപ്പച്ച എന്നാണ് അതിനെ പറയുന്നത്. ഇവിടെ മോജിസത്ത് എന്നത് എവിടെയാണോ ഭൂമിയുടെ പ്രതലത്തോട് ചേർന്ന് നിൽക്കുന്ന ജലസ്രോതസ് ഉണ്ടായിരുന്നത് ആ സ്ഥലം മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു ഇൽഹാമിലൂടെ അറിയിച്ചു എന്നതാണ്. അല്ലാതെ കല്ല് പൊട്ടിയപ്പോൾ അതിൽ നിന്നും വെള്ളം വന്നു എന്നതല്ല. ബനു ഇസ്രായേലുകൾ 12 ഗോത്രങ്ങളിലായിരുന്നു ഉണ്ടായിരുന്നത്. അവർ എപ്പോഴും തന്നെ പരസ്പരം കലഹിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു 12 ഉറവകൾ ഉണ്ടാക്കുകയും അവർക്ക് യാതൊരു പ്രയാസവുമില്ലാതെ വെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യം ചെയ്യുകയും ചെയ്തു. പ്രശസ്ത ഓറിയന്റലിസ്റ്റായ ജോർജ് സെയിലിൻ്റെ ഖുർആൻ തർജമയുടെ വിവരണത്തിൽ അദ്ദേഹം എഴുതുന്നു: 15-ാം നൂറ്റാണ്ടിലെ ഒരു സഞ്ചാരി അന്ന് ഹോറബിലെ ഒരു പാറയിൽ നിന്നും 12 ഉറവകൾ ഒഴുകിയതിൻ്റെ അടയാളങ്ങളുള്ളതായി വിവരിച്ചിട്ടുണ്ട്. ബൈബിൾ പുറപ്പാട് 17-ാം അധ്യായത്തിൽ വെള്ളത്തിനായി ഹോറബിലെ ഒരു പാറയിൽ അടിക്കാനുള്ള കൽപ്പന കാണാൻ സാധിക്കും. എന്നാൽ ഇവിടെ 12 ഉറവകളെക്കുറിച്ചുള്ള പരാമർശമില്ല. അതുപോലെ പുറപ്പാട് 15-ാം അധ്യായത്തിൽ 12 ഉറവകളെക്കുറിച്ചുള്ള പരാമർശമുണ്ട്, എന്നാൽ വടികൊണ്ടടിക്കുന്നതിൻ്റെ പരാമർശമില്ല. ചുരുക്കത്തിൽ മുകളിൽ പറഞ്ഞ സഞ്ചാരിയുടെ സാക്ഷ്യം തന്നെ ക്രിസ്തീയ ആക്ഷേപകരുടെ വായടപ്പിക്കാൻ മതിയായതാണ്. ഖദ് അലിമ കുല്ലു ഉനാസിൻ എന്നതുകൊണ്ട് ഓരോ വ്യക്തിക്കും വെവ്വേറെ ഉറവുകൾ ഉണ്ടായി എന്നല്ല, മറിച്ച് ഓരോ ഗോത്രത്തിനും അതൊരു പ്രയാസവും കൂടാതെ വെള്ളമെടുക്കുന്നതിനുള്ള സൗകര്യമുണ്ടായിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. കുലു വഷ്റബൂ മിർ റിസ്ഖില്ലാഹി വലാ തഅസൗ ഫിൽ അർദി മുഫ്സിദീൻ. ഇവിടെ ഇസ്രായേൽ സന്തതികളോട് അള്ളാഹു പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഔദാര്യങ്ങളെ നിങ്ങൾ വിലമതിക്കുകയും എന്നിൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. ഭൗതിക വസ്തുക്കളിൽ നിങ്ങൾ വിശ്വാസം അർപ്പിക്കാതിരിക്കുക. കാരണം ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഭൗതിക വസ്തുക്കൾ കരസ്ഥമാക്കുന്നതിൻ്റെ ഭാഗമായാണ്. ഇന്ന കാര്യങ്ങൾ എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നഷ്ടമായിരിക്കുമെന്ന് ഒരാൾ കരുതുകയും ആ കാര്യങ്ങളെ നേടിയെടുക്കാൻ ശരിയോ തെറ്റോ ആയ ഏത് മാർഗവും അയാൾ സ്വീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ കുഴപ്പങ്ങൾ ഉടലെടുക്കുന്നു. ഇസ്രായേൽ സന്തതികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഭക്ഷണത്തിനും വെള്ളത്തിനും യാതൊരു പ്രയാസവുമില്ലാത്ത നിലയിൽ എല്ലാ സൗകര്യങ്ങളും അവർക്കായി ഒരുക്കിയിരുന്നു. അങ്ങനെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു നിറവേറ്റിയിരിക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്നാൽ ലാ തഅസൗ, നിങ്ങൾ മനഃപൂർവ്വം ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്നാണ് അള്ളാഹു പറഞ്ഞത്. അതായത് കുഴപ്പമുണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ വിട്ടുനിൽക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി അടുത്ത ദർസുകളിൽ വിവരിക്കുന്നതായിരിക്കും. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.